Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻഡേസ് യാ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ എടാ മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഡ്വൽ നേച്ചറിന്റെ വൺ ഷോട്ട് ഒക്കെ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. ആൻഡ് അഗെയിൻ നമ്മൾ എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ എൻ സി ആർ ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അഗെയിൻ ആസ് ഓൾവേസ് നിങ്ങൾ ആ ടൈം മാത്രം ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് എന്താണെങ്കിലും അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. ജസ്റ്റ് ടൈം ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ലൈക്ക് ചെയ്യാനും. അതേപോലെ തന്നെ എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ എസ്പെഷ്യലി നീറ്റ് ജെ പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ഒരു മനസ്സ് കാണിക്കാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത്തവണ ബോർഡ് എക്സാം പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്കിവിടെ 1000 റീസൺസ് ഉണ്ട്. ആൻഡ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ നമ്മുടെ ചാപ്റ്ററിലോട്ട് തുടങ്ങാം. സോ എൻ സി ആർ ടി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്. സോ ഇത് സ്റ്റേറ്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ബി എസ് സി ആയിക്കോട്ടെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ എൻ സി ആർ ടിയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, അപ്പം ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയാ ലൈറ്റിന്റെ വേവ് നേച്ചറിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ സ്റ്റഡി നമ്മൾ നടത്തിയിരുന്നു അല്ലെ. പ്രോപ്പർ സ്റ്റഡി നമ്മൾ വൃത്തിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ലൈറ്റിന് എന്തുണ്ട്, ഒരു വേവ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. ലൈറ്റ് ആസ് എ വേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും, നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അതേപോലെ തന്നെ ലൈറ്റ് ആ ഒരു ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, യെസ് നമ്മുടെ എക്സ്റേസ് ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ അല്ലെ, 1895 എക്സ്റേസ് ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് 1897 ജെ തോംസൺ എന്ത് കണ്ടുപിടിച്ചു, യെസ് ഇലക്ട്രോണും കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ. സോ ഇതാണ് നമ്മൾ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങൾ ജസ്റ്റ് നമ്മൾ പറയാണ് ഇൻട്രൊഡക്ഷനിൽ. കാരണം ഈ പറയുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഡ്വൽ നേച്ചർ, ലൈറ്റിനാണെങ്കിലും അല്ലെങ്കിൽ റേഡിയേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ മാറ്ററിനാണെങ്കിലും രണ്ട് ബിഹേവിയർ ഉണ്ട്. അതായത് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതേപോലെ തന്നെ വേവ് ബിഹേവിയർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സംഘർഷാവസ്ഥയിൽ കിട്ടിയ വലിയ എന്താ പറയുക ആശ്വാസകരമായിട്ടുള്ള കുറെ കണ്ടുപിടുത്തങ്ങളാണ് ഇതൊക്കെ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. 1897 ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കാഥോഡ് റേസ് കേട്ടോ. കാഥോഡ് റേസ് വാസ് ഡിസ്കവേർഡ് ഇൻ 1870. ഓക്കെ, 1870 കാഥോഡ് റേസ് കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ അടുത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഈ പറയുന്ന ഈ കാഥോഡ് റേസിൽ കൺസിസ്റ്റ് ഓഫ് സ്ട്രീംസ് ഓഫ് ഫാസ്റ്റ് മൂവിംഗ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ അല്ലെ. ആൻഡ് ജെ തോംസൺ എന്ത് ചെയ്തു, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് ആണെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. ഓക്കെ അല്ലെ. ഇനി അടുത്തത്, by applying mutually perpendicular electric and magnetic field across the discharge tube. ഓക്കെ, ഒരു ഡിസ്ചാർജ് ട്യൂബിലാണ് ഈ കാഥോഡ് റേസ് എന്താ പറയുക കാഥോഡ് റേസിന്റെ ആ ഒരു ഫ്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ പല ടൈപ്പ് കളേഴ്സിലായിട്ട് ഒബ്സർവ് ചെയ്തത്. സോ ബൈ അപ്ലൈയിങ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് എന്താണ് ജെ തോംസൺ വാസ് ഫസ്റ്റ് ടു ഡിറ്റർമിൻ എക്സ്പെരിമെന്റലി ദ സ്പീഡ് ആൻഡ് ദി സ്പെസിഫിക് ചാർജ്. അതായത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും E/m റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, ചാർജ് ടു മാസ് റേഷ്യോ എന്നാണ് പറയാ. ഇത് നമ്മൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും E/m റേഷ്യോ എന്ന് പറയുന്നത്. സോ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലെ, ആ ഒരു വാല്യൂ കണ്ടുപിടിച്ചു. ആൻഡ് ഈ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഈ എന്താ പറയാ ഈ ട്രാവൽ ചെയ്യുന്ന ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് 0.1 to 0.2 ടൈംസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന്റെ 0.1 to 0.2 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ട്രാവൽ ചെയ്തു പോകുന്ന പാർട്ടിക്കിൾസിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്പീഡ് കിട്ടി. ഇനി അടുത്തത് ദ പ്രസന്റ്ലി ആക്സെപ്റ്റഡ് വാല്യൂ ഓഫ് E/m is this thing. ഓക്കെ അല്ലെ, ഇപ്പം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ E/m റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1.76 × 10⁻11 കൂളം പെർ kg ആണ്. ആൻഡ് ഇത് നിങ്ങൾ അത്രയും കാര്യമായിട്ട് പഠിക്കാൻ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി E/m റേഷ്യോ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ദ വാല്യൂ ഓഫ് E/m വാസ് ഫൗണ്ട് ടു ബി ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റൽ. ആൻഡ് ആസ് കാഥോഡ് നമ്മുടെ എമിറ്റർ ഉണ്ടല്ലോ, സോ ആ കാഥോഡ് അല്ലെങ്കിൽ ആ എമിറ്റർ പ്ലേറ്റ് ഓക്കെ അല്ലെ അതിനെയും എന്ത് ചെയ്യുന്നില്ല
ഈ E/M എന്ന് പറയുന്ന ഈ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് ഒബ്സർവേഷൻ സജസ്റ്റഡ് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ദി കാഥോഡ് റേ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്, യെസ്, ഇനി ചില മെറ്റൽസ് അൾട്രാ വയലറ്റ് ലൈറ്റിന്റെ പ്രസൻസിൽ വെക്കുമ്പം അവിടെയും എന്തുണ്ട്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഒരു ഫ്ലോ കാണാനായിട്ട് പറ്റുന്നുണ്ട് വിത്ത് സ്മോൾ സ്പീഡ്. ഓക്കെ അല്ലെ. ഓൾസോ സർട്ടൻ മെറ്റൽസ് വെൻ ഹീറ്റഡ്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഈ പറയുന്ന പോലെ ഒരു ഫ്ലോ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് ആ പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു, വിച്ച് ഈസ് ഇൻ 1897 ആണ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ പറഞ്ഞല്ലോ നോബൽ പ്രൈസും ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫൈൻഡിങ്സിന് വേണ്ടിയിട്ട്, ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ത്രൂ ഹിസ് തിയററ്റിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ഇൻവെസ്റ്റിഗേഷൻ ഓൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ഗ്യാസ്. ഓക്കെ, കാരണം എന്താണ്, ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോഴായിക്കോട്ടെ, അതേപോലെ തന്നെ ഹീറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ലൈറ്റ് വരുമ്പോഴായിക്കോട്ടെ, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ദിസ് വാസ് ഒബ്സർവ്ഡ് ബൈ ആരാണ്, ജെ തോംസൺ. ആൻഡ് അദ്ദേഹത്തിന് എന്ത് കിട്ടി, യെസ് നോബൽ പ്രൈസും അതിന് വേണ്ടി കിട്ടി. പിന്നീട് R.M. മില്ലിക്കൻ എന്ത് ചെയ്തു, യെസ് അടുത്ത ഒരു എക്സ്പെരിമെന്റ് നടത്തി. അത് എന്ത് എക്സ്പെരിമെന്റ് ആയിരുന്നു, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1.602 into 10⁻⁻19 കൂളം ആണ്. ഓക്കെ അല്ലെ, ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ല. സോ ഇവിടെ നമ്മൾ കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിൽ മേജർ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ജെ തോംസന്റെ ഇലക്ട്രോൺ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ആൻഡ് ആ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചത് ആരാണ്, ജെ തോംസൺ ആണ്. ആൻഡ് അതിനുശേഷം അതിന്റെ ചാർജ്, ആ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളുടെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻19. നമുക്ക് ആ വാല്യൂ ഇപ്പൊ ബൈ ഹാർട്ട് ആണ് അല്ലെ. ആ ഒരു വാല്യൂ കണ്ടുപിടിച്ചത് ആരാണ്, R.M. മില്ലിക്കൻ ആണ്, which is in the year സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 1913 കേട്ടോ, 1913 നമ്മുടെ ചാർജും കണ്ടുപിടിച്ചത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, ബോർഡ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയും കാര്യമായിട്ടൊന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ ഇസ് ഇലക്ട്രോൺ എമിഷൻ ആണ്. ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നിങ്ങൾ വൺ ഷോട്ട് ഒക്കെ കണ്ട കുട്ടികൾക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുവാണ്. അതായത് നമ്മളൊരു മെറ്റൽ സർഫസ് കൺസിഡർ ചെയ്യുകയാണ്. ആ മെറ്റൽ സർഫസിൽ എന്തുണ്ട്, യെസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. നമ്മൾ ജെ തോംസൺ കണ്ടുപിടിച്ച് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയതാണ് അല്ലെ. അപ്പം ആ ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലായി. ആ ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം എന്തായിരുന്നു, 1.6 into 10⁻⁻19. ഞാൻ എന്തുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എന്താ പറയുക അത്യാവശ്യമായിട്ടുള്ള ഒരു വാല്യൂ ആണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് അറിയണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരിക്കണം നമ്മുടെ എന്താ പറയുക ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. സോ തീർച്ചയായിട്ടും നിങ്ങളത് ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഈ സർഫസിൽ മെറ്റലിന്റെ സർഫസിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, ഒരുപാട് ഇലക്ട്രോൺസ് ചിലപ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുമ്പോൾ, ഓക്കെ, ഒരു എക്സ്റ്റേണൽ എനർജി നമ്മൾ കൊടുത്തു കഴിയുമ്പം തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, ഇവിടെ നിന്നും ഈ ഇലക്ട്രോൺസ് എല്ലാം എസ്കേപ്പ് ചെയ്യും. ഓക്കെ അല്ലെ, ആ സർഫസിൽ നിന്നും ഇവരെല്ലാവരും എസ്കേപ്പ് ചെയ്ത് പോകും. ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് അവർക്ക് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ എസ്കേപ്പ് ചെയ്ത് പോകും. ഇതാണ് ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കേട്ടോ. സോ വി നോ ദാറ്റ് മെറ്റൽസ് ഹാവ് free electrons, okay, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ their conductivity. അതും നമുക്കറിയാം. However, the free electrons cannot normally escape out of the metal surface. ഈ മെറ്റൽ സർഫസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഇവർക്ക് അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. If an electron attempt to come out of the metal, okay, ഒരു ഇലക്ട്രോണിന് ഈ മെറ്റലുമായിട്ട് വിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ the metal acquires some positive charge, okay അല്ലേ, and pulls the electron back to the metal. The free electron is thus held inside the metal surface by attractive force of ions. Consequently, the electron can come out of the metal surface only if it has got sufficient energy. അല്ലെ, നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലെ, സഫീഷ്യന്റ് എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇലക്ട്രോൺസും അവിടെയുള്ള ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, അത് ഇതിനെന്ത് ചെയ്യും, ഈ സ്ട്രോങ്ലി ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയായിരിക്കും. സോ ഇതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവരിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റും. ഒരു സഫീഷ്യന്റ് എനർജി കിട്ടണം. ഓക്കെ അല്ലേ, യെസ്. ഇനി അടുത്തത്
This minimum energy required by an electron to escape from the metal surface is called work function. ഈ ഒരു ടേം നിങ്ങൾ പഠിക്കണം കേട്ടോ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു എനർജി ആണല്ലേ. ആ എനർജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് എനർജിയാ? മിനിമം എനർജിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇലക്ട്രോൺ എമിഷന് വേണ്ടിയിട്ട്. എന്താ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നത്? യെസ്, ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണിന് രക്ഷപ്പെടണം അല്ലെ. രക്ഷപ്പെടാനായിട്ട് ആവശ്യമായിട്ടുള്ള, എസ്കേപ്പ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടിയാൽ മാത്രമേ അത് എസ്കേപ്പ് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ട മിനിമം എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിന് യൂഷ്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 50 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അത് മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ദ എനർജി ഗെയിൻഡ് ബൈ എൻ ഇലക്ട്രോൺ. ഓക്കെ അല്ലെ, ഒരു ഇലക്ട്രോൺ, ഓക്കെ, ഒരു ഇലക്ട്രോണിന് ഗെയിൻ ചെയ്ത എനർജി, ഇറ്റ് ഹാസ് ബീൻ ആക്സിലറേറ്റഡ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ്. ഓക്കെ അല്ലെ, അപ്പൊ ഒരു 1 വോൾട്ടില്, ഓക്കെ, ഒരു 1 വോൾട്ടില് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, 1 ഇലക്ട്രോൺ വോൾട്ട് ഡിഫൈൻ ചെയ്യാൻ പറയും കേട്ടോ. 1 ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറയും. ആൻഡ് ആ വാല്യൂ ഇൻ ടേംസ് ഓഫ് ജൂൾസ് എന്തായിരിക്കും? നമുക്കറിയാം 1 ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 into 10 to the power minus 19 ആണ്. ഇൻടു 1 വോൾട്ട്. സോ ദിസ് വിൽ ഗീവ് എന്താണ്? 1.6 into 10 to the power minus 19 ജൂൾസ് ആണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു മെറ്റൽ സർഫസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അവന്മാർക്ക് ചുമ്മാ എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. സഫീഷ്യന്റ് എനർജി കിട്ടിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന് എസ്കേപ്പ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിനെയാണ്, ഓക്കെ, മിനിമം എനർജിനെയാണ്, അത് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ മാത്രം ആവശ്യമായിട്ടുള്ള ആ ഒരു മിനിമം എനർജിനെയാണ് നമ്മൾ പറയുന്നത് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 50 എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് ഇത് മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ആൻഡ് ആ ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ വോൾട്ട് ഇൻ ടേംസ് ഓഫ് ജൂൾസ് എന്താണ്? 1.6 into 10 to the power minus 19 ജൂൾസ് ആണ്. ക്ലിയർ ആയല്ലോടാ? ഇത്രയുമാണ് നമ്മുടെ ഇലക്ട്രോൺ എമിഷനിലെ ഫസ്റ്റ് പാരയിൽ പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ ഉണ്ട്. അതിൽ ഒരു ഒന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്? തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് തെർമിയോണിക് എമിഷൻ? നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ എനർജി വന്നിട്ട് ആ എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു എനർജി സഫീഷ്യന്റ് ആണെന്നുണ്ടെങ്കിലാണ് ഈ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നത് ഹീറ്റ് എനർജി ആണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണ്, ഓക്കെ, നമ്മളിങ്ങനെ ചൂട് കൂട്ടി കൊടുക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? തെർമിയോണിക് എമിഷൻ ആയിരിക്കും. ഇനി അതേസമയം ഈ ഹീറ്റിന് പകരം നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രോങ് ഫീൽഡ് ആണെങ്കിലോ, സ്ട്രോങ് ഫീൽഡ് ആണെങ്കിലും തീർച്ചയായിട്ടും ഇത് എസ്കേപ്പ് ആയി പോകും. സോ സ്ട്രോങ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഫീൽഡ് എമിഷൻ. ഇനി ഇതൊന്നും അല്ല, നമ്മൾ കൊടുക്കുന്നത് ലൈറ്റ് ആണെന്ന് വിചാരിക്കും, ഓക്കെ, നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ എന്ത് വിളിക്കുവാടാ? യെസ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? 3 ടൈപ്പ് ആണുള്ളത്: തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പൊ നമ്മുടെ ഈ 3 ടൈപ്പ് ചോദിക്കാം, എന്താണെന്നുള്ളത് ജസ്റ്റ് ചോദിക്കാം. ഈസി ആയിട്ട് നമുക്ക് എഴുതാം, കാരണം നമുക്ക് ഇലക്ട്രോൺ എമിഷൻ എന്താണെന്ന് അറിയാം. ഓക്കെ, ഇനി അതിന്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ്. തെർമിയോണിക് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? ഹീറ്റ് ആണ്. ഇനി അടുത്തത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇനി ഫോട്ടോ ഇലക്ട്രിക്, അതായത് ആ ഒരു ടേം തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? യെസ്, ലൈറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? യെസ്, അപ്പം ഇതാണ് 3 ടൈപ്പും. ആൻഡ് നമ്മുടെ വർക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ളതും 1 ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ഇനി ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഒന്നുമല്ല, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് ആസ് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട്, എനർജി സോഴ്സ് ആയിട്ട് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു മെറ്റൽ പ്ലേറ്റിൽ ഇലക്ട്രോൺസിനെ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവാണ്. ആൻഡ് ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് എന്താ? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ആരാണ്? ഹെർട്സ് ആണ് ഫസ്റ്റ് ഈ ഒരു ഫിനോമിന ഒബ്സർവ് ചെയ്തത് in 1887. ഓക്കെ അല്ലെ? in 1887 ഫസ്റ്റ് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട. എന്താണ്? ഇലക്ട്രോണിന്റെ എമിഷൻ, അതിന് ഇലക്ട്രോണിന്റെ എമിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്ത ആ എനർജി സോഴ്സ് ഏതാണ്? ലൈറ്റ് ആണ്. ഇനി സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം വാക്കുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോടാ? യെസ്, അതിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ലൈറ്റ് എന്ന് എഴുതരുത്. ഓക്കെ, ചുമ്മാ ലൈറ്റ് എന്ന് എഴുതരുത്. എഴുതുമ്പം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം, ലൈറ്റ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രീക്വൻസി. ഓക്കെ, ഓക്കെ അല്ലടാ? സോ നമ്മൾ ലൈറ്റ്, നമ്മളൊരു ഇലക്ട്രോൺ എമിഷന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്ത് ഡിഫൈൻ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, ലൈറ്റ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലാണ് ലൈറ്റ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇലക്ട്രോണിന് എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും. ആ എനർജിയാണ് എന്താവുന്നത്? യെസ്, അവിടെ അതിന്റെ എന്താ പറയുക, എസ്കേപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. ദെൻ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കും എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയും. ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്.
ഇനി ഹെർട്സ് ഒബ്സർവേഷൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്തത് ഫസ്റ്റ് ആരാണ്, ഹെർട്സ് ആണെന്ന് പറഞ്ഞു. ഡ്യൂറിംഗ് ഹിസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സ്പെരിമെന്റ്സ്, ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു സംഭവം, ഈ ഒരു ഫിനോമിന ഒബ്സർവ് ചെയ്യുന്നത്. In his experimental investigation on the production of electromagnetic waves by means of spark discharge, Hertz observed that high voltage sparks across the detector loop were enhanced when the emitter plate was illuminated by ultraviolet light from an arc lamp. Light shining on the metal surface somehow facilitated the escape of free charged particles, which we know as electrons. When light falls on a metal surface, some electrons near the surface absorb enough energy from the incident radiation to overcome the attraction of positive ions on the metal surface. After gaining sufficient energy from the incident light, the electron escaped from the surface of the metal into the surrounding space. ഒന്നുമില്ല, സിമ്പിൾ. നമ്മൾ പറഞ്ഞല്ലോ ഈ ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പം ഇതിന് നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പം നമ്മളൊരു ഡിറ്റക്ടർ യൂസ് ചെയ്യും. ഓക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ സിങ്ക് സൾഫൈഡ് പോലത്തെ ഡിറ്റക്ടേഴ്സ് ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന എന്താ പറയുക കൈൻഡ് ഓഫ് ഡിറ്റക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇലക്ട്രോൺസ് വന്ന് ആ ഡിറ്റക്ടറിൽ വന്ന് വീഴുമ്പോൾ നമുക്ക് കുറെ ഇങ്ങനെ ഷൈനിങ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനെ മിന്നുന്ന പോലെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഇടയിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തത് എന്താണ്, യെസ് ഇതേപോലെ തന്നെ കുറെ സ്ഥലത്ത് ഇങ്ങനെ മിന്നി കാണുന്നു. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് എസ്കേപ്പ് ആയി. എങ്ങനെ ഇലക്ട്രോൺസ് എസ്കേപ്പ് ആവുന്നത്, വെൻ അതിനൊരു സഫീഷ്യന്റ് എനർജി കിട്ടിക്കഴിഞ്ഞപ്പം ഈ ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് അയോണുമായിട്ടുള്ള ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തു ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, കാരണം സഫീഷ്യന്റ് എനർജി കിട്ടി. ഇത്രയും കാലം നിന്റെ അടിമപ്പണിയായിട്ട് ഞാൻ ചെയ്യുമല്ലായിരുന്നോ, ഞാൻ പോവാ, രക്ഷപ്പെടുക. ഓക്കെ, സോ ലൈക്ക് ദ സെയിം വേ എന്ത് ചെയ്തു, സഫീഷ്യന്റ് എനർജി കിട്ടി കഴിഞ്ഞപ്പം ഈ പോസിറ്റീവ് അയോണിനെ വിട്ടിട്ട് എന്ത് ചെയ്തു, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി, സഫീഷ്യന്റ് എനർജി കിട്ടിയപ്പം. അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹോൾബർട്ട് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പം അടുത്ത ആ ഒരു എക്സ്പെരിമെന്റ് എന്താ പറയുന്നത്, ലെനാർഡ് ഒബ്സർവ് ദാറ്റ് വെൻ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വർ അലൗഡ് ടു ഫോൾ ഓൺ ദി എമിറ്റർ പ്ലേറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് എടുത്തു കേട്ടോ, അതായത് എയർ ഒന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു. അവിടെ നമ്മൾ 2 പ്ലേറ്റുകൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അല്ലെ 2 പ്ലേറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആൻഡ് ദിസ് വൺ ഇസ് എമിറ്റർ പ്ലേറ്റ്. ഓക്കെ, ദിസ് വൺ ഇസ് എമിറ്റർ പ്ലേറ്റ് ആൻഡ് ദിസ് വൺ ഇസ് കളക്ടർ പ്ലേറ്റ് കേട്ടോ. ഓക്കെ, ഇതാണ് 2 പ്ലേറ്റുകൾ. ആൻഡ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു, ഒരു അമ്മീറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു കേട്ടോ. അപ്പം ഈ അമ്മീറ്റർ എന്തിനാണ്, നമുക്ക് കറണ്ട് വന്നോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തിനാ കറണ്ട് വന്നോ ഇല്ലോ എന്ന് പറയുന്നത്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, ഫ്ലോ ഓഫ് ചാർജസ് ഉണ്ടായാലാണ് ഇവിടെ കറണ്ട് ഉണ്ടാവുള്ളൂ അല്ലെ. കറണ്ട് ഉണ്ടായാൽ അവിടെ അമ്മീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ നമുക്ക് നമ്മുടെ നേക്കഡ് ഐയോട് കാണാൻ പറ്റാത്തത് ഇത്തരം ഡിവൈസസ് വെച്ചിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെനവർ ഈ ഒരു പ്ലേറ്റിൽ നിന്നും ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്, കറണ്ട് ജനറേറ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നമ്മളൊരു എന്താ പറയാ, ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് എടുത്തു. അവിടെ നമ്മൾ 2 ഇലക്ട്രോഡ്സ്, അതാണ് നമ്മൾ പറഞ്ഞ എമിറ്റർ പ്ലേറ്റും കളക്ടർ പ്ലേറ്റും കേട്ടോ. അങ്ങനെ 2 ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ 2 പ്ലേറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആൻഡ് ഓക്കെ, അപ്പം ഇങ്ങനെ കൺസിഡർ ചെയ്ത സമയത്ത് ഇവിടെ എന്താ ഉണ്ടായത്, അമ്മീറ്റർ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ അല്ലെ, അമ്മീറ്റർ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം അൾട്രാ വയലറ്റ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്തപ്പം, ഓക്കെ അല്ലെ, അങ്ങനെ അൾട്രാ വയലറ്റ് ലൈറ്റ് പാസ് ചെയ്ത സമയത്ത് അമ്മീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് വെൻ ദ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വർ സ്റ്റോപ്ഡ്, നമ്മൾ ലൈറ്റ് കൊടുത്തില്ല. ലൈറ്റ് കൊടുക്കാത്ത സമയത്ത് അമ്മീറ്റർ അനങ്ങുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ കറണ്ട് ഫ്ലോ ഇല്ല. ദാറ്റ് മീൻസ് അവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നില്ല. These observations indicated that when ultraviolet radiations fall on an emitter plate, electrons are ejected from it which are attracted towards the positive. Definitely ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് വരുമ്പോൾ ഇത് പോസിറ്റീവ് ടെർമിനൽ അല്ലെ, പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് ഈ ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്ത് എന്താ പറയാ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുമ്പം ഇവൻ അട്രാക്ട് ചെയ്യും. ഇവിടെയാണെങ്കിലോ, ഇത് നെഗറ്റീവ് ടെർമിനലാ, ഇവിടെയാണെങ്കിൽ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് പോയാൽ മതി അല്ലെ, പക്ഷെ എനർജി ഇല്ല. എനർജി ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ആര് വരുന്നത്, നമ്മുടെ അൾട്രാ വയലറ്റ് ലൈറ്റ് വരുന്നത്. അൾട്രാ വയലറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ഇവന്മാർക്ക് എനർജി കിട്ടുന്നു. സഫീഷ്യന്റ് എനർജി കിട്ടി കഴിഞ്ഞാൽ നേരെ പറക്കുന്നു അല്ലെ, ആ ഗ്ലാസ് ട്യൂബിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു. ആൻഡ് അപ്പുറത്താണെങ്കിലോ പോസിറ്റീവ് അയോൺസ് ആണ്, തീർച്ചയായിട്ടും അട്രാക്ഷൻ ആണ്. സോ അവർ അങ്ങോട്ട് പോകും. അങ്ങനെ ഫ്ലോ നടക്കുമ്പോൾ, ഈ ചാർജസിന്റെ ഫ്ലോ നടക്കുന്ന സമയത്ത്, ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ കറണ്ട് ജനറേറ്റ് ആവും അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ജനറേറ്റ് ആവും. അതിന്റെ ഭാഗമായിട്ട് അമ്മീറ്റർ റിഫ്ലക്ട് ചെയ്യും. ആൻഡ് ഈ അൾട്രാ വയലറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അഗെയിൻ, ഓക്കെ, 5-6 പേര് പോയി, പെട്ടെന്ന് അൾട്രാ വയലറ്റ് ലൈറ്റ് എന്ത് ചെയ്തത്, സ്റ്റോപ്പ് ചെയ്തത്. എനർജി ഇല്ല, പോകാൻ പറ്റൂ, ഇല്ല. എനർജി ഇല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? സോ ഇനി അടുത്തത്, ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ ദ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് റിസൾട്ടിങ് ഇൻ ദി കറണ്ട് ഫ്ലോ. അതായത് നമ്മുടെ
ലൈറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലൈറ്റ് ഫ്ലോ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടായിരിക്കും. ലൈറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ഈ പറഞ്ഞ ഒരു സംഭവം ലൈറ്റ് കറണ്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ഈ എസ്കേപ്പ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഫോട്ടോ ഇലക്ട്രോൺസ്, അതായത് ലൈറ്റിന്റെ സാന്നിധ്യം കാരണം, ഓക്കെ, ലൈറ്റിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ലൈറ്റിന്റെ എനർജി യൂസ് ചെയ്തിട്ട് ഈ പ്ലേറ്റിൽ നിന്നും എമിറ്റർ പ്ലേറ്റിൽ നിന്നും എസ്കേപ്പ് ചെയ്തു പോകുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇനി ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണമല്ലേ നമുക്ക് കറണ്ട് ഉണ്ടാകുന്നത്. സോ ആ കറസ്പോണ്ടിങ് കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും, ഫോട്ടോ കറണ്ട് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത്, ഹോൾബർഗ് in 1888 undertook the study further the connected negatively charged zinc plate to an electroscope. He observed that zinc plate lost its charge when it is illuminated by ultraviolet light. Okay, എന്തായിരുന്നു ഹോൾബർഗിന്റെ എന്തായിരുന്നു ഒബ്സർവേഷൻ, അതായത് നമ്മുടെ സിങ്ക് പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സിങ്ക് പ്ലേറ്റ് ഇലക്ട്രോസ്കോപ്പിൽ വെച്ചു. സോ ഡെഫിനറ്റ്ലി എന്താ ഉണ്ടാവുന്നത്, യെസ്, ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പം ഈ സിങ്ക് പ്ലേറ്റിന്റെ ചാർജസ് എല്ലാം പോയി. കാരണം എന്താ, അത് നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെ. അപ്പൊ അവിടുത്തെ ഇലക്ട്രോൺസ് ഒക്കെ പോയി, പിന്നെ അതിന് ചാർജ് ഇല്ല. കാരണം എന്താണ്, അൾട്രാ വയലറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞപ്പം ഇതിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എസ്കേപ്പ് ആയി പോയി. ക്ലിയർ ആയല്ലോ? ആൻഡ് ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, അല്ലെ, നമ്മുടെ ജെ തോംസൺ 1897 ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. ഇറ്റ് ബിക്കംസ് എവിഡന്റ് ദാറ്റ് ദ ഇൻസിഡന്റ് ലൈറ്റ് കോസസ് ഇലക്ട്രോൺസ് ടു ബി എമിറ്റഡ് ഫ്രം ദ എമിറ്റർ പ്ലേറ്റ്. ഓക്കെ അല്ലെ? ഈ 1897 ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇവിടെ നിന്നും പോയവൻ ആരാണ്, ഇലക്ട്രോൺസ് ആണ്. ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ് ആർ പുഷ്ഡ് ടുവേർഡ്സ് ദി കളക്ടർ. അത് പോസിറ്റീവാ അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് എന്താവും, പോസിറ്റീവ് പ്ലേറ്റിലോട്ട് പോകും ബൈ ദി ഇലക്ട്രിക് ഫീൽഡ്. ഹോൾബർഗ് ആൻഡ് ലിനാർഡ് ഓൾസോ ഒബ്സർവ് ദാറ്റ് when ultraviolet light fell on the emitter plate, no electrons were emitted at all when the frequency of the incident light was smaller than a certain minimum value. That is another important thing. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് ലൈറ്റ് വന്ന ഉടനെ തന്നെ ഇവന്മാർ എന്തെങ്കിലും എസ്കേപ്പ് ചെയ്തു പോകും. പക്ഷെ ചില സമയത്ത് ഈ ലൈറ്റ് വന്നിട്ടും ഇവന്മാര് രക്ഷപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? യെസ്, ഇവര് കൊടുക്കുന്ന എനർജി Hμ ആണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അതിൽ നമ്മൾ പറഞ്ഞല്ലോ വർക്ക് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, വർക്ക് ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് φ0. ആൻഡ് ആ φ0 വിൽ ബി ഈക്വൽ ടു Hμ0. എന്താണ് μ0? ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ്, കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ അല്ലെ, ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ അല്ലടാ? സോ ഇതാണ് നമ്മൾ പറഞ്ഞ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം, അതായത് മിനിമം ഫ്രീക്വൻസി ആണ്. നമ്മൾ നേരത്തെ വർക്ക് ഫംഗ്ഷൻ പറഞ്ഞല്ലോ, മിനിമം എനർജി അല്ലെ, ഇലക്ട്രോണിനെ എസ്കേപ്പ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി. ഹിയർ എന്താണ്, യെസ്, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഫ്രീക്വൻസി. ഓക്കെ, ഒരു മിനിമം ഫ്രീക്വൻസിയാണ് μ0 എന്ന് പറയുന്നത്. സോ ഈ മ്യൂ എന്ന് പറയുന്ന ഈ വാല്യൂ ഉണ്ടല്ലോടാ, അത് ഓൾവേസ് μ0-നെക്കാട്ടിലും കൂടുതലായിരിക്കണം. എന്തുകൊണ്ടാണ്? യെസ്, നമുക്കറിയാം ഇവരെ ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് പോയാൽ മാത്രം പോരാ അല്ലെ, ഇവനൊന്ന് ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്പീഡ് വേണം. അല്ലടാ, നമ്മൾ മരുന്ന് കഴിച്ചാൽ നമുക്ക് ഇങ്ങനെ എണീറ്റിരിക്കാനുള്ള ഒരു ആവത് വരും. പക്ഷെ നമ്മൾ ഫുഡും എന്താ പറയാ നമ്മുടെ എനർജി ഡ്രിങ്ക് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എണീറ്റ് നടക്കാനോ, അല്ലെങ്കിൽ ഇപ്പൊ ലെറ്റ്സേ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തു. ആ ടൂർ പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര വയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. മനസ്സിൽ ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണം, ഇവിടെ നിന്ന് വീട്ടിൽ നിന്നും പഠിക്കുന്ന സ്കൂളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കുറച്ച് ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനർജി ഇല്ല. എനർജി അല്ലെങ്കിൽ എന്ത് ചെയ്യും? യെസ്, നമുക്ക് എന്ത് ചെയ്യണം? ഒരു സഫീഷ്യന്റ് എനർജി കിട്ടണം. ആ സഫീഷ്യന്റ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, നമുക്ക് എന്താ പറയാ ടെമ്പറേച്ചർ ഇല്ല, പനി മാറി എന്നുള്ളൊരു അവസ്ഥ മാത്രം പോരല്ലോ. പനി മാറി നമുക്ക് കുറച്ച് ഉഷാർ വേണം അല്ലെ, നമുക്ക് അവിടെ വരെ എത്തണം, ട്രാവൽ ചെയ്ത് എത്തണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എനർജി വേണ്ടേ? സോ തീർച്ചയായിട്ടും ഈ Hμ ആണ് എനർജി. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ അവിടെ മ്യൂ ഫ്രീക്വൻസി എന്ന് പറയുന്നതിനാണ് ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ ഫ്രീക്വൻസി കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി കൂടി എന്നാണ് അർത്ഥം. ഓക്കെ, എനർജി കൂടി എന്നാണ് അർത്ഥം. ഇനിയിപ്പം എനർജി എത്ര തന്നെ കൊടുത്തു കഴിഞ്ഞാലും ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഈ വർക്ക് ഫംഗ്ഷൻ മാറത്തില്ല. ഓക്കെ, ഒരു മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വർക്ക് ഫംഗ്ഷൻ, അതായത് ആ മെറ്റലിൽ നിന്നും ആ ഒരു ഇലക്ട്രോണിനെ രക്ഷപ്പെടാൻ എപ്പോഴും എന്താണ്, ഒരു ഫിക്സഡ് വാല്യൂ ആണ്. Hμ0 എന്ന് പറയുന്നത് ഒരു മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പൊ ഈ ബാക്കി എനർജി കൂട്ടി കഴിഞ്ഞാൽ ബാക്കി എനർജിക്ക് എന്താ ഉണ്ടാവുക? യെസ്, ഇവൻ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്ത് പോകണം അല്ലേ. അതായത് ഇതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് പോകും. ക്ലിയർ ആയല്ലോ? സോ ഒരു Hμ എനർജി ആണ് വരുന്നതെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാം എന്തായിട്ടാണ് പോവുക? യെസ്, കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇതിന് ആവശ്യമായിട്ടുള്ള, അതായത് എസ്കേപ്പ് ചെയ്താൽ പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഈ ത്രഷോൾഡ് ഫ്രീക്വൻസിനെക്കാട്ടിലും കൂടുതൽ വേണം എന്ത്? യെസ്, നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യെസ്, അവിടെ ഇലക്ട്രോൺസിനെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി
It was found that certain metal like zinc, cadmium, magnesium, etc. responded only through ultraviolet light. ഇതൊരു പ്രാവശ്യം 1 മാർക്കിന് ചോദിച്ചായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് നമുക്ക് ചോദിച്ചു ഇതിൽ ഏതാണ് അൾട്രാ വയലറ്റ് ലൈറ്റിനോട് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്നു. സോ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് ആൻസർ അറിയണമെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. To cause electron emission from the system. However, some alkali metals such as lithium, sodium, potassium, cesium and rubidium were sensitive even to visible light. All these photosensitive substance. എന്താണ് photosensitive substance എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, photosensitive substance എന്ന് വിളിക്കും. Emit electrons when they are illuminated by light. Okay, and after the discovery of electrons, these electrons were named as photoelectrons and phenomena is known as photoelectric effect. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്യുക കേട്ടോ. ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ടെലഗ്രാമിലാണെങ്കിൽ ടെലഗ്രാമിൽ ഏതൊരു ഓപ്ഷൻ വേണമെങ്കിലും നോക്കിയിട്ട് ഇതാക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഹോൾവെജ് ആൻഡ് ലിനാർഡ്സ് ഒബ്സർവേഷൻ ആണ്. ഹോൾവെജ് ആൻഡ് ലിനാർഡ് ഒബ്സർവേഷൻ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിന് വേണ്ടി വന്നത് എന്തൊക്കെയാണ്? യെസ്, ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്, 2 മെറ്റൽ പ്ലേറ്റുകൾ, അത് ഒന്ന് എമിറ്റർ പ്ലേറ്റും ഒന്ന് കളക്ടർ പ്ലേറ്റും ആണ്. ഇതെന്താണ്? ഇലക്ട്രോഡ്സ് ആയിട്ടാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ അതിന് എന്ത് ചെയ്തു? ഒരു ബാറ്ററിയുമായിട്ടും ഒരു അമ്മീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. അമ്മീറ്റർ നമ്മൾ കറണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ളതാണ്. വെനെവർ നമ്മുടെ ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് ഇവിടെ വന്ന് ഫോൾ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിന് സഫിഷ്യന്റ് എനർജി കിട്ടിയാൽ അവർ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ദെൻ അമ്മീറ്റർ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദീസ് ആർ എസ്കേപ്പ് ചെയ്ത് പോയ ഇലക്ട്രോൺസ് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ആൻഡ് ദെൻ കറസ്പോണ്ടിങ് കറണ്ട് ആണ് ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ പഠിച്ചൊരു ടേമാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം, മിനിമം എനർജി ആണ് റിക്വയർഡ് ടു എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ് ഫോർ എൻ ഇലക്ട്രോൺ. ഇനി അടുത്തത് μ0 കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഒരു മിനിമം വാല്യൂ ആണ്. അതായത് ഒരു ഇലക്ട്രോണിന് രക്ഷപ്പെടണം അല്ലെ, പോയി അതിന് എന്താ പറയാ ഒരു മെറ്റലിൽ നിന്നും രക്ഷപ്പെടണം, അതിനാവശ്യമായിട്ടുള്ള മിനിമം എനർജി മിനിമം ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് μ0 എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റൽ ആണ് കേട്ടോ. അടുത്തത് എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് നമുക്ക് തോന്നുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ്, ഇവിടെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കാണാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ആ ഒരു എഫക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്? യെസ്, നമ്മുടെ ഇവാക്യുവേറ്റഡ് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട് അല്ലെ, ഇവാക്യുവേറ്റഡ് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആൻഡ് ഒരു തിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്, അതാണ് സി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്ലേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 2 പ്ലേറ്റ് ആണ് നമ്മൾ പറഞ്ഞാൽ ഇലക്ട്രോഡ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഫ്രം സോഴ്സ് എസ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നും ഒരു ലൈറ്റ് സോഴ്സ് കൊടുത്ത കേട്ടോ. ഓക്കെ, ലൈറ്റ് ഇവിടെ നിന്ന് വരുവാണ്. ആൻഡ് ഷോർട്ട് വേവ് ലെങ്ത് ആണ്, പാസസ് ത്രൂ ദ വിൻഡോ ആൻഡ് ഫോൾസ് ഓൺ ദി പോസിറ്റീവ് സെൻസ്. അതായത് ഫോട്ടോ ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടുള്ളത്, സി എന്ന് പറയുന്നത്. സോ വെനെവർ ലൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ക്വാർട്സ് വിൻഡോ ഇസ് സീൽഡ് ഓൺ ദി ഗ്ലാസ് ട്യൂബ് which permit ultraviolet radiation to pass through it and irradiate the photosensitive plate C. The electrons are emitted by the plate Z and are collected at a plate A. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സിയില് വന്ന് ഫോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സഫിഷ്യന്റ് ആയ എനർജി കിട്ടിയ ഇലക്ട്രോൺസ് എയിലോട്ട് ട്രാവൽ ചെയ്ത് പോകും. ഓക്കെ അല്ലേ? ബൈ ദി ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദി സെൽ. ഓക്കെ അല്ലടാ? Yes, the battery maintains the potential difference between the plate Z and A that can be varied. Okay, നമുക്ക് ഈ പറയുന്ന സിയും എയും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് വാരി ചെയ്യാനായിട്ട് പറ്റും, എത്ര വേണമെങ്കിലും നമുക്ക് മാറ്റാം. ദ പൊളാരിറ്റി ഓഫ് ദ പ്ലേറ്റ് Z and A can be reversed by commutator. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കമ്മ്യൂട്ടേറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഈ സി പ്ലേറ്റ് ഉണ്ടല്ലോ, സി പ്ലേറ്റ് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ സി പ്ലേറ്റിലോട്ട് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടെർമിനൽ നമുക്ക് എന്താക്കാൻ പറ്റും? യെസ്, നെഗറ്റീവ് ടെർമിനൽ ഇതിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ല? അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂട്ടേറ്റർ. എന്തിനാണ്? പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സിമ്പിൾ ആണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ്. Thus a plate A can be maintained at a desired positive or negative potential with respect to emitter C. When the collector plate A is positive, okay, ഇനി ഈ കളക്ടർ പ്ലേറ്റ് നമ്മുടെ എന്താ പറയാ ഇത് പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് അവിടെ പോസിറ്റീവ് ചാർജസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി എവിടെയാണ് നമ്മൾ പറഞ്ഞത്? യെസ്, പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ എമിറ്റർ പ്ലേറ്റ് സി, ദ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടു ഇറ്റ്.
അത് നമ്മളിപ്പോൾ പറഞ്ഞ സിനാരിയോ. The emission of electrons causes flow of electric current in the circuit. The potential difference between the emitter and collector phase is measured by a voltmeter V, whereas the resulting photocurrent നമ്മൾ എന്താണ് ഒരു മൈക്രോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. The photoelectric current can be increased or decreased by varying the potential of a collector. Okay. ഈ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമ്മുടെ പൊട്ടൻഷ്യൽ മാറ്റിയിട്ട്, അതായത് എക്കും സിക്കും ഇടയിൽ വരുന്ന ആ പൊട്ടൻഷ്യൽ മാറ്റിയിട്ട് നമുക്ക് ചെറിയൊരു വാരിയേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് ക്യാൻ ബി വാരിഡ് ആസ് ക്യാൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ബിറ്റ്വീൻ ദ എമിറ്റർ സി ആൻഡ് ദി കളക്ടർ എ. ഒന്നുമില്ലടാ മക്കളെ, ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പില് ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു എമിറ്റർ പ്ലേറ്റ് ഉണ്ട്, ഒരു കളക്ടർ പ്ലേറ്റ് ഉണ്ട്. ഇവരെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാറ്ററിയുമായിട്ടും ഒരു അമ്മീറ്ററുമായിട്ടും ഒരു കമ്മ്യൂട്ടേറ്ററും അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. വോൾട്ട് മീറ്റർ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അമ്മീറ്റർ ഒരു മൈക്രോ അമ്മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം അത്രയും ചെറിയ കറണ്ട് ആയിരിക്കും വരുന്നത്. ആൻഡ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ല, ഒരു പോസിറ്റീവ് ടെർമിനൽ ആണ് നമ്മുടെ എ എന്ന് പറയുന്ന പ്ലേറ്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്തതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ലൈറ്റ് വന്ന് വീഴുന്നത് നമ്മുടെ ഈ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സി എന്ന് പറയുന്ന പ്ലേറ്റിലോട്ടാണ്. സോ ഡെഫിനറ്റ്ലി ഫോട്ടോ സെൻസിറ്റീവ് ആണ്, അപ്പൊ പെട്ടെന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നേരെ ഇവിടേക്ക് പോകും. ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, സേഫ് ആയിട്ട് അതിന് അവിടെ വരെ പോയിട്ട് കറണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ കമ്മ്യൂട്ടേറ്ററിന്റെ സഹായത്തോടെ നമ്മൾ നേരെ തിരിച്ചു എന്ന് വിചാരിക്കാം. അതായത് ഇവിടെ നമ്മൾ പോസിറ്റീവ് ടെർമിനലും ഈ പ്ലേറ്റിന് നമ്മൾ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുവാണ്. അപ്പൊ നോക്കിയാൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ചാർജസിന്റെ അക്യുമുലേഷൻ ആയിരിക്കും അല്ലെ, പോസിറ്റീവ് അയോൺസ് ആയിരിക്കും ഇവിടെ കൂടുതൽ. ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സഫീഷ്യന്റ് എനർജി അല്ല, അത്രയും ഹൈ ഫ്രീക്വൻസിയിൽ അല്ലെ, അത്രയും എനർജി വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അത്രയും എനർജി വരണമെങ്കിൽ എന്തായിരിക്കണം? അത്രയും ഫ്രീക്വൻസി വേണം. അത്രയും ഹൈ ഫ്രീക്വൻസിയിൽ ഈ പറയുന്ന സോഴ്സ്, ലൈറ്റ് സോഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവന്മാരിങ്ങനെ വരും അല്ലെ, ഇവന്മാരിങ്ങനെ സഞ്ചരിച്ച് വരും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എഗെയിൻ ഇത് നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഇലക്ട്രോൺസ് ആണ്. സോ ഇവരെ തമ്മിൽ ചേർത്തില്ല അല്ലെ, ലൈക്ക് ചാർജസ് അവർ തമ്മിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഇലക്ട്രോൺസിന് വലിയ ഇതൊന്നുമില്ല. അതേസമയം പോസിറ്റീവ് അയോൺസ് ആണെന്നുണ്ടെങ്കിൽ വാരി അങ്ങ് പിടിക്കും അല്ലെ. സോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് തന്നെ ആയതുകൊണ്ട് ഇവര് തമ്മിൽ എന്താണ് ഉണ്ടാവുക? ഒരു റിപ്പൽഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലെ, റിപ്പൽഷൻ ആണ് ഉണ്ടാകുന്നത്. ക്ലിയർ? അങ്ങനെ റിപ്പൽഷൻ വന്നു, അതായത് ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് മൈക്രോ അമ്മീറ്ററിൽ എന്തെങ്കിലും ഒരു റീഡിംഗ് കാണിക്കോടാ? ഒരു റീഡിംഗും കാണിക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? സോ ഇവിടെ എന്തുണ്ട്? ഒരു റിപ്പൽഷൻ ഉണ്ട്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ടിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ എന്ത് ചെയ്യുവാണ്? സ്റ്റോപ്പ് ചെയ്യുവാണ്. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ, ആ മിനിമം വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ളത്? അതായത് ഇങ്ങനെ വരുന്ന ഇലക്ട്രോൺസിനെ ബ്ലോക്ക് ചെയ്യും. കാരണം ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺസ് നെഗറ്റീവ് ടെർമിനലുമാണ് ഈ ഒരു പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിന്നും ഇതേ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരുമ്പം ഇവൻ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഫോട്ടോ കറണ്ട് ജനറേഷൻ ഉണ്ടാവില്ല. ആ ഫോട്ടോ കറണ്ട് 0 ആകുന്ന മൊമെന്റിലെ പൊട്ടൻഷ്യൽ ആണ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ഫോട്ടോ കറണ്ട് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫോട്ടോ കറണ്ട് ജനറേറ്റ് ആവും അല്ലെ, ഈ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം. ഓക്കെ, ഫ്ലോ കാരണം അവിടെ നമുക്ക് ഫോട്ടോ കറണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ലൈറ്റ് വരുന്നു, ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിട്ട്, ഇവിടെ പോസിറ്റീവ് ടെർമിനലാണ്. സോ ഇവിടെ ലൈറ്റ് വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് വരും. ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് ഇവന്മാരെ അട്രാക്ട് ചെയ്യും. സോ അവിടെ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാകും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സെനാരിയോ. സെക്കൻഡ് കേസ് നമ്മൾ നേരെ പൊളാരിറ്റി തിരിച്ചു. അപ്പൊ അവിടെ എന്താണ്? അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ അല്ല. അപ്പൊ ഫസ്റ്റ് സെനാരിയോ വെച്ചിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ഫോട്ടോൺസ്, എന്താ ഫോട്ടോൺസ്? എനർജി പാക്കറ്റ്സ് ആണ് കേട്ടോ. ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എനർജി പാക്കറ്റ്സ് ആണ്. അപ്പം ഈ നമ്മുടെ എന്താ പറയാ, ഈ വരുന്ന ഈ വേവ് ഉണ്ടല്ലോ, അതായത് ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിലെ പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ പറഞ്ഞില്ലേ, ഡുവൽ നേച്ചർ ആണ് തന്നെ. വേവ് ആണെന്നുണ്ടെങ്കിലും അതിന് പാർട്ടിക്കിൾ ബിഹേവിയർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ പാർട്ടിക്കിൾ ആണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ അപ്പം ഈ ഫോട്ടോൺസ്, ഒരു ഫോട്ടോൺ ഒരു ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ.
നമ്മൾ എനർജി കൂട്ടി കൊടുത്തു എന്ന് വിചാരിക്കുക, എനർജി കൂട്ടി കൊടുത്തു, അതായത് നമ്മുടെ ഫ്രീക്വൻസി അല്ലെ, HMU ആണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. അതിലെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം എന്തിനെ ഹെൽപ്പ് ചെയ്യും? യെസ്, ഇതിന്റെ ട്രാവലിംഗ് സ്പീഡിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കൂടുതൽ സ്പീഡിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഫ്രീക്വൻസി കൂടി അല്ലെങ്കിൽ എനർജി കൂടിയത് കൊണ്ട് അത്രയും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. അതിന് എന്ത് തന്നെ വേണം? ഇന്റൻസിറ്റി തന്നെ കൂട്ടണം. ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടിയാൽ അത്രയും ഫോട്ടോൺസ് അത്രയും നമ്പർ ഓഫ്, ഇപ്പൊ 10 ഫോട്ടോൺസ് ആണെങ്കിൽ 10 ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇനി വരുന്നതിൽ 5 ഫോട്ടോൺസ് ഉള്ളെങ്കിലോ 5 ഇലക്ട്രോണുമായിട്ടേ ഇന്ററാക്ട് ചെയ്യുള്ളൂ. ഫ്രീക്വൻസി എത്ര കൂട്ടിയാലും 5 ഇലക്ട്രോൺസ് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ആ 5 ഇലക്ട്രോൺസേ ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുള്ളൂ. ഇവരുടെ സ്പീഡ് കൂട്ടാൻ പറ്റും ഫ്രീക്വൻസി കൂട്ടിയാൽ. ഇനി ഇന്റൻസിറ്റി കൂട്ടിയാലോ ഈ 5 എന്നുള്ളത് 10 ആവും, 10 എന്നുള്ളത് 20 ആവും. മനസ്സിലായോ? ഇപ്പം ഇന്റൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലാണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോടാ? സോ ഇവിടെ എന്താ പറയുന്നത്? കീപ്പിംഗ് ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ഫിക്സഡ്. ഓക്കെ, കാരണം അത് ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ജനറേഷൻ ഒരു കാരണമല്ല. The intensity of the light is varied. Okay, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. ഈ രണ്ട് സംഭവം പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും സെയിം ആക്കിയിട്ട് തന്നെ വെച്ചു, മാറ്റമല്ല. വാരി ചെയ്യുന്ന എന്ത് മാത്രമാണ്? ഇന്റൻസിറ്റി മാത്രമാണ്. നമ്മൾ ഓൾറെഡി എക്സ്പെരിമെന്റൽ സെറ്റപ്പ് പറഞ്ഞിരുന്നു ഇന്റൻസിറ്റി നമുക്ക് വാരി ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇന്റൻസിറ്റി നമ്മൾ വാരി ചെയ്യാതെ വെച്ചേക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ദ റിസൾട്ടിംഗ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഇസ് മെഷേർഡ് ഈച്ച് ടൈം. ഓരോ പ്രാവശ്യം ഓരോ ഇന്റൻസിറ്റിയിലും ഓരോ വാല്യൂസ് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നു. ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ദ ഫോട്ടോ കറന്റ് ഇൻക്രീസസ്. Okay, ഈ photo current increases linearly with what intensity? Okay, അല്ലേ? So the photo current is directly proportional to the number of photo electrons, okay, emitted per second. This implies that the number of photo electrons emitted per second is directly proportional to the incident radiation. Okay, അല്ലേ? ഇനി ആ ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ വരയ്ക്കാൻ പറയും. ലീനിയർ റിലേഷൻ അല്ലേ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരച്ചാൽ പോരെ. ഇത് നമുക്ക് ഇന്റൻസിറ്റി ആയിട്ട് വെക്കാം. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഫോട്ടോ കറന്റ്. ഓക്കെ, ലീനിയർ റിലേഷൻ ആയിരിക്കും. ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമ്മളിപ്പം ഇന്റൻസിറ്റിയുടെ ഇൻഫ്ലുവൻസ് മനസ്സിലായി അല്ലെ. പൊട്ടൻഷ്യലും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും സെയിം ആക്കി വെച്ചിട്ട് ഇന്റൻസിറ്റിയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തതാണ് പൊട്ടൻഷ്യലും ഫോട്ടോ കറണ്ടും തമ്മിലുള്ള റിലേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്? കീപ് പ്ലേറ്റ് എ അറ്റ് സം പോസിറ്റീവ് പൊട്ടൻഷ്യൽ. എ എന്ന് പറയുന്ന ഈ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ ചെയ്തത്? ഈ എ എന്ന് പറയുന്ന പ്ലേറ്റ് ഇതാണ്. ഓക്കെ, അതിന് നമ്മൾ പോസിറ്റീവ് ടെർമിനലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ സീനെക്കാട്ടിലും സംബന്ധിച്ചിടത്തോളം എ നമ്മൾ കുറച്ച് പോസിറ്റീവ് ആക്കി വെച്ചു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ലൈറ്റ് ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ നമ്മൾ ചേഞ്ച് വരുത്തില്ല, എപ്പോഴും ഫ്രീക്വൻസി സെയിം തന്നെ ആയിട്ട് വെച്ചു. ആൻഡ് ഫിക്സഡ് ഇന്റൻസിറ്റിയും. അപ്പം ഈ കേസിൽ എന്താണ്? ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും സെയിം ആണ് കേട്ടോ, ചേഞ്ച് വരുത്തുന്നില്ല. വാരി ചെയ്യുന്നത് ആരെ മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യലിനെ മാത്രമേ നമ്മൾ വാരി ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യത്തെ കേസ് എന്താണ്? ഇവിടെ നമ്മൾ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും കൊടുത്തു. പൊട്ടൻഷ്യൽ ഈ പറയുന്ന ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നമ്മുടെ ഇന്റൻസിറ്റിയും സെയിം ആക്കി തന്നെ നമ്മൾ വെച്ചു. ഇനി അടുത്ത കേസിൽ നമ്മൾ എന്താ പറയുന്നത്? Yes, we next vary the positive potential of a plate A gradually and measure the resulting photo current each time. It is found that photoelectric current increases with increasing positive potential. Okay, അതായത് ഈ പറയുന്ന A എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കൂട്ടുന്തോറും, ഓക്കെ, പൊട്ടൻഷ്യൽ കൂട്ടുന്തോറും എന്താ സംഭവിക്കുന്നത്? യെസ്, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കൂടുന്നുണ്ട്. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് കൂടുന്നുണ്ട് കേട്ടോ. അറ്റ് സം സ്റ്റേജ് ഫോർ എ സർട്ടൻ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് എ പ്ലേറ്റ് A, all the emitted electrons are collected by the plate A and the photoelectric current becomes maximum or saturated. ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഇലക്ട്രോൺസും അവിടെ എത്തിക്കഴിയും. ഓക്കെ, അതാണ് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സാച്ചുറേഷൻ ഓഫ് കറണ്ട് കേട്ടോ. ആ മാക്സിമം കറണ്ടിന്റെ വാല്യൂ ആണ് സാച്ചുറേഷൻ കറണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാ ഇലക്ട്രോൺസും ഇവിടെ എത്തിക്കഴിഞ്ഞു, ഇനി ഇല്ല, ഫോട്ടോ ഇലക്ട്രോൺസ് ഇനി ജനറേറ്റ് ആവാൻ ഇല്ല. ഓക്കെ അല്ലേ? അതിന് നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് സാച്ചുറേഷൻ കറണ്ട് കറസ്പോണ്ട്സ് ടു ദ കേസ് വെൻ ഓൾ ഫോട്ടോ ഇലക്ട്രോണിക് എമിറ്റഡ് ബൈ ദ എമിറ്റർ പ്ലേറ്റ് C reach the collector plate A. We now apply a negative potential. Okay, ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ എക്സ്പെരിമെന്റിൽ തന്നെ ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ ഇനി പോസിറ്റീവും ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ when the polarity is reversed, the electrons are repelled. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇവിടെ നിന്നും നമ്മൾ അത്രയും ഹൈ ഫ്രീക്വൻസിയിൽ അല്ലെ, അത്രയും എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഇലക്ട്രോൺസിന് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എസ്കേപ്പ് ചെയ്തത് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെയും എന്ത് തന്നെയാണ്? നെഗറ്റീവ് ചാർജ് അല്ലെ, നെഗറ്റീവ് ടെർമിനലും ആണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്താ സംഭവിക്കുക? റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത്.
ഓക്കെ അല്ലെ? ആൻഡ് ദ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെ, ദ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗിവൺ ടു എ പ്ലേറ്റ് എ for which the photo current, ഇതാണ് A എന്ന് പറയുന്നത്, ഇതാണ് C എന്ന് പറയുന്ന പ്ലേറ്റ് കേട്ടോ. ഓക്കെ, given to a plate A for which the photo current stops or becomes zero is called the cutoff or stopping potential. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സോ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോടാ, മാക്സിമം എനർജി അല്ലെ, E എന്ന് പറയുന്നത് HMU ആണ്. HMUവില് നമ്മൾ പറഞ്ഞു HMU 0 അല്ലെ, ഇതാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്ലസ് നമ്മൾ പറഞ്ഞു കൈനറ്റിക് എനർജി അല്ലടാ, കൈനറ്റിക് എനർജി. സോ ഇവിടെ നിന്നും ഈ HMUവിൽ നിന്നും HMU 0 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാലോ. ഇനി ഇവിടെ അത്രയും സ്പീഡിൽ വരുന്ന അല്ലെ, മാക്സിമം സ്പീഡിൽ, അതായത് വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കിട്ടുന്ന എനർജിയാണ് മാക്സിമം എനർജി. ഓക്കെ, ഇത്രയും എനർജി വരുന്നുണ്ട്, അതിൽ ഇത്രയും വർക്ക് ഫംഗ്ഷൻ പോയി, അപ്പം ബാക്കി എന്തുണ്ടോ അതാണ് അതിന്റെ മാക്സിമം എനർജി, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അല്ലെ, മാക്സിമം കൈനറ്റിക് എനർജി. ആൻഡ് ആ മാക്സിമം കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ മിനിമം പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും അല്ലെ, കാരണം ഇത്രയും സ്പീഡിൽ വരുന്നതിനെ ബ്ലോക്ക് ചെയ്യുവാണിത്. ഓക്കെ, അവിടെ ഫോട്ടോ കറണ്ട് ജനറേറ്റ് ആവുന്നില്ല. സോ ഇതും ഈക്വൽ ആകുമ്പോഴല്ലേ ഈ പറയുന്ന കറണ്ട് ജനറേറ്റ് ആവാതിരിക്കുള്ളൂ. ആ കറണ്ട് ജനറേറ്റ് ആവാതിരിക്കുന്ന പൊട്ടൻഷ്യൽ അല്ലേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഞാൻ ഇടുവാണ്, പൊട്ടൻഷ്യൽ എന്താ, Q into V അല്ലേ. സോ ഇവിടെ ഞാൻ ഇവിടുത്തെ Q എന്ന് പറയുന്നത് E ആണ്, ആൻഡ് പൊട്ടൻഷ്യൽ ഞാൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എടുത്തു. സോ EV0. ഓക്കെ അല്ലെ, EV0. സോ EV0 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലടാ, യെസ്. ആൻഡ് ഈ പറയുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി അടുത്തത്, ഇനി ഫ്രീക്വൻസി. നമ്മളിപ്പോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പറഞ്ഞു. ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത് തീർച്ചയായിട്ടും ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്തുകൊണ്ടാ? ഫ്രീക്വൻസി കൂടിയിട്ടുണ്ടെങ്കിൽ എനർജി കൂടും. എനർജി കൂടിയാൽ അത്രയും എനർജി എന്തായിട്ടാ കൺവേർട്ട് ആവുക? കൈനറ്റിക് എനർജി ആയിട്ടാ കൺവേർട്ട് ആവുക. കൈനറ്റിക് എനർജി മാക്സിമം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ടെങ്കിൽ അത്രയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേണ്ടേടാ ഇതിനെ തടയാനായിട്ട്. സോ കൈനറ്റിക് എനർജി കൂടുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അതിന് എന്തായിരിക്കും? മാക്സിമം തന്നെയായിരിക്കും. Okay, അല്ലേ? We now study the relation between the frequency mu of the incident radiation and the stopping potential V0. We suitably adjust the same intensity of light radiation at various frequencies. Intensity നമ്മൾ ഒരു മാറ്റം വരുത്തുന്നില്ല കേട്ടോ, ഒരു മാറ്റം വരുത്തുന്നില്ല. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസിയും പൊട്ടൻഷ്യലും ആണ്. Okay, so variation of photo current with the collector plate potential. The resulting variation is shown in figure 11.4. Okay, ഓരോ ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആൻഡ് ദിസ് ഇസ് സാച്ചുറേഷൻ കറണ്ട്, അതായത് മാക്സിമം ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ ചെയ്തു. സോ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ വി ഒബ്റ്റെയിൻ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബട്ട് ദ സെയിം വാല്യൂ ഓഫ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ, സെയിം വാല്യൂ ഓഫ് സാച്ചുറേഷൻ കറണ്ട് ആണ്, ബട്ട് ഡിഫറെന്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫോർ ഇൻസിഡന്റ് റേഡിയേഷൻ of different frequency. Okay, saturation current വാല്യൂ മാറ്റില്ല, പക്ഷെ ഫ്രീക്വൻസി മാറ്റുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറുന്നുണ്ട്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നുണ്ട്. The energy of the emitted electrons depends on the frequency of the incident radiation. Okay, the stopping potential is more negative for higher frequency of incident radiation. Note from figure 11.4 that stopping potential are in order of, okay, maximum, then അതിനേക്കാൾ കുറവ്, അതിനേക്കാട്ടിലും കുറവ്. Okay, magnitude ആണ് കേട്ടോ. If the frequencies are in the order of mu3 greater than mu2 greater than mu1. This implies that greater the frequency of the incident light, greater its maximum kinetic energy of photoelectrons, then maximum potential, stopping potential. Okay അല്ലടാ, ഇനി നമുക്ക് ഇനി അടുത്തൊന്ന് നോക്കാം. The stopping potential V0 varies linearly with the frequency of incident radiation for a given photosensitive material. ഇനി വേറൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലോ, വേറൊരു ഇതേപോലെ തന്നെ വേറൊരു നമ്മുടെ എന്താ പറയുക സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ വേറെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടും. ഓക്കെ അല്ലെ, മെറ്റീരിയൽ അല്ല ഗ്രാഫ് നമുക്ക് കിട്ടും. There exists a certain minimum cutoff frequency mu0 for which stopping potential is 0. Okay, കാരണം നമുക്കറിയാം ഇവിടെ നമ്മൾ പറഞ്ഞു HMU is equal to HMU0 plus kinetic energy ആണ്, and maximum kinetic energy എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു. So there is some ഒരു certain വാല്യൂ ഉണ്ട് ഫ്രീക്വൻസിക്ക്, ദാറ്റ് ഇസ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയിലായിരിക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താവുന്നത്? 0 ആവുന്നത്. ഇനി
അടുത്തത് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺസ് വാരിയസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും എന്താണ്, ലീനിയർ റിലേഷൻ ആണ്. ആൻഡ് അതെന്ത് ചെയ്യുന്നില്ല, ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല കേട്ടോ, ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ എ ഫ്രീക്വൻസി മ്യൂ ഓഫ് എൻ ഇൻസിഡന്റ് റേഡിയേഷൻ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ലെറ്റ്സ് സേ നമ്മുടെ ഇതിനെക്കാട്ടിലും കുറവാണ്, μ0നെക്കാട്ടിലും കുറവാണ് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി, അതായത് നമ്മുടെ ലൈറ്റ് സോഴ്സിന്റെ ഫ്രീക്വൻസി എങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഈ പറയുന്ന കറണ്ടോ ഫോട്ടോ ഇലക്ട്രോണിക് എമിഷനോ ഉണ്ടാകത്തില്ല. ഓക്കെ, ഇതാണ് കണ്ടീഷൻ എങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഈ പറയുന്ന കാര്യം പോസിബിൾ അല്ല. അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അതായത് ഇലക്ട്രോൺസിന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി ഇന്റൻസിറ്റി നമ്മൾ മാക്സിമം ആക്കി കൊടുത്താലും കാര്യമുണ്ടോ, ഇല്ല. ഈ സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടിയാൽ മാത്രമേ, ഈ സഫീഷ്യന്റ് എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷനും പ്ലസ് കൈനറ്റിക് എനർജിയും. ഓക്കെ, കാരണം ഇവർ എസ്കേപ്പ് ചെയ്തിട്ട് ഇവർക്ക് പുറത്തു പോകാൻ പറ്റണം. ക്ലിയർ അല്ലേ? യെസ്, ദിസ് മിനിമം കട്ട് ഓഫ് ഫ്രീക്വൻസി μ0 is called threshold frequency. അത് നമുക്കറിയാം. ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് മെറ്റൽസ്. അത് നമ്മൾ പറഞ്ഞു. ഡിഫറെന്റ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ് റെസ്പോണ്ട് ഡിഫറെന്റ് ടു ലൈറ്റ്. Selenium is more sensitive than zinc or copper. The same photosensitive substance gives different response to light of different wavelength. For example, ultraviolet light gives rise to photoelectric affected copper, while green or red light does not. Not all in the above experiments it is found that the frequency of incident radiation exceeds the threshold frequency. The photoelectric emission starts instantaneously. Okay, photoelectric emission എന്ന് പറയുന്നത് instantaneous process ആണ്. Okay അല്ലേ? And അതിന്റെ time order എന്ന് പറയുന്നത് 10⁻⁻9 seconds or less ആണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഫോർ എ ഗിവൺ ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയൽ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. കാരണം എന്തുകൊണ്ടാണ് ഈ കറണ്ട് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മുടെ കറണ്ട്, ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് അല്ലെ. ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ലൈറ്റിന്റെ സാന്നിധ്യം കൊണ്ട് എസ്കേപ്പ് ചെയ്തു പോയ ഇലക്ട്രോൺസ് ആണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ആ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്റൻസിറ്റി കൂടിയാൽ മാത്രമാണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കൂടത്തുള്ളൂ. ഓക്കെ അല്ലെ? ഇന്റൻസിറ്റി കൂടിയാൽ മാത്രമേ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് കൂടുള്ളൂ. സോ ദീസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ അല്ലടാ? ഇനി ഫോർ എൻ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ സാച്ചുറേഷൻ കറന്റ് ഇസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു intensity of incident radiation, whereas stopping potential is independent of the intensity. For a given photosensitive material, there is exists a certain minimum cut off frequency, cut off value, that is frequency cut off എന്താ പറയാ മിനിമം വാല്യൂ നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിന് താഴെ എന്തായിരിക്കില്ല, ഒരിക്കലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ഓൾവേസ് എന്തായിരിക്കണം, μ0നെക്കാട്ടിലും വലുതായിരിക്കണം നമ്മുടെ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീക്വൻസി. ആൻഡ് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇസ് എൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. ആൻഡ് അതിന്റെ ടൈം എന്ന് പറയുന്നത് എന്താണ്, 10⁻⁻9 seconds or less ആണ്. ഇനി ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇത് അതിന്റെ ബ്രീഫ് ആക്കിയിട്ടുള്ളതാണ്. സോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും NCERT വായിച്ചു കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു PPT നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അത് ആവശ്യം ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ നേരെ പോകണം കേട്ടോ. അപ്പോൾ ടെലഗ്രാം ആണ് നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലഗ്രാം ജോയിൻ ചെയ്യുക. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എന്താ പറയാ വീക്ക് ക്വിസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എത്രത്തോളം മനസ്സിലായി എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഓൾസോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ടെലഗ്രാമിൽ നിങ്ങൾക്ക് വേദാന്തു മലയാളം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ടടാ, യെസ്, നമ്മുടെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും കേട്ടോ. യെസ്, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വേവ് നേച്ചർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചതാണ് അല്ലെ. വേവ് ഒപ്റ്റിക്സിലൊക്കെ നമ്മൾ ലൈറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. ഇനി അടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, പോളറൈസേഷൻ, ഇതിലൊക്കെ എന്താണ് എക്സാക്ട്ലി വേവ് ബിഹേവിയർ എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തത് ഇപ്പൊ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് വേവ് നേച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും കാര്യം, ഈ ഒരു കാര്യമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു ദ വേവ് പിക്ചർ ഓഫ് ലൈറ്റ്, the free electrons at the surface of metal absorb the radiant energy continuously. The greater the intensity of radiation, the greater the amplitude of electric and magnetic fields. Consequently, the greater the intensity, the greater should be the energy absorbed by each electron. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞല്ലോ ഇന്റൻസിറ്റി അല്ലെ. ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ ഹൈ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണ്. സോ തീർച്ചയായിട്ടും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ അബ്സോർബ് ചെയ്യുന്ന എനർജിയും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി
in this picture, the maximum kinetic energy of photoelectrons on the surface is then expected to increase with increase in intensity. അല്ലെ, അപ്പം അതായത് ഇപ്പം ഈ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെന്ന് പറഞ്ഞു, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇന്റൻസിറ്റി കൂടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എനർജി കൂടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി കൂടണ്ടേ? കാരണം നമുക്കറിയാം ഈ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയായിട്ടാണ് പോകുന്നത്? വർക്ക് ഫംഗ്ഷൻ ആയിട്ടും കൈനറ്റിക് എനർജി ആയിട്ടും. അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പം whenever intensity കൂടിയിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ കൂടണ്ടേ? Also, no matter what the frequency of radiation is, a sufficient intense beam of radiation should be able to impart enough energy to the electrons so that they exceed the minimum energy needed to escape from the metal surface. A threshold frequency therefore should not exist. These expectations of the expectations to wave theory directly contradict observations. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഈ പറയുന്ന ഫ്രീക്വൻസി എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇന്റൻസിറ്റി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് കൂടും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ എന്തും കൂടേണ്ടതാണ്, എനർജി കൂടേണ്ടതാണ്. സോ എനർജി കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കൂടണം. അപ്പം മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്? ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതനുസരിച്ച് ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഫർദർ വി ഷുഡ് നോട്ട് ദാറ്റ് in wave picture the absorption of energy by an electron takes place continuously over the entire wavefront of the radiation. Since a large number of electrons absorb energy, the energy absorbed per electron per unit time turns out to be small. Expert calculation estimate that it can be hours or more than a single electron to pick sufficient energy. അതായത് ഇനി നമ്മൾ ഈ വേവ് പിക്ചറിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിന് സഫീഷ്യന്റ് എനർജി കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്, അതായത് നമ്മൾ പറഞ്ഞു വളരെ ചെറിയ സമയം മതി എന്ന് പറഞ്ഞിരുന്നു അല്ലെ, അതിനും കോൺട്രഡിക്ഷൻ ആണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേവ് പിക്ചർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള എന്താ പറയുക റിസോഴ്സസ് നമുക്കില്ല. അത് നമുക്ക് ഇതുവരെയും എന്താ പറയുക പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദിസ് ഇസ് അബൌട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആൻഡ് വേവ് തിയറി. അടുത്തത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എനർജി ക്വാണ്ടം ഓഫ് റേഡിയേഷൻ. അവ 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു, ഒരു പുതിയ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. അതിലെന്താ പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ബൈ കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ ഓഫ് എനർജി ഫ്രം റേഡിയേഷൻ. ഓക്കെ, കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ആണെങ്കിലല്ലേ ടൈം എടുക്കുക, ഇതങ്ങനെയല്ല. റേഡിയേഷൻ എനർജി ഇസ് ബിൽറ്റ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് and this is called quanta of energy of radiation. Each quantum of radiant energy has energy h nu and this is known as photon. Okay, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഫോട്ടോൺ. അതിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്, h mu ആണ്. h is Planck's constant, mu is the frequency of light. In photoelectric effect an electron absorbs a quantum of energy. അതായത് ഒരു ഇലക്ട്രോൺ ഒരു ക്വാണ്ടം ഓഫ് എനർജി, ഒരു ഫോട്ടോണിന്, ഒരു h mu എനർജി ഉള്ള ഒരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നു. If the quantum of energy absorbed exceeds the minimum energy needed for the electron to escape, അതായത് ഇപ്പം സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി, അതായത് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ആവശ്യമായിട്ടുള്ള എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ എന്താവും, യെസ് ബാക്കിയുള്ളത് അതിന് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ വി ക്യാൻ റൈറ്റ് h mu is equal to എന്താണ്, h mu 0 plus maximum kinetic energy. So that maximum kinetic energy we can write it as h mu minus y0 അല്ലെങ്കിൽ h mu minus h mu 0 അല്ലെങ്കിൽ നമുക്ക് എഴുതാം h into mu minus mu 0 എന്ന് എഴുതാം. More tightly bound electrons will emerge with kinetic energy less than the maximum value. Note that the intensity of light for a given frequency is determined by the number of photons incident per second. ഇതാണ് നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞില്ലേ, ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുന്നു. Increasing the intensity will increase the number of emitted electrons and then അതെന്തായിരിക്കും, ബാക്കി വരുന്ന കൈനറ്റിക് എനർജി ആയിട്ടും കോൺട്രിബ്യൂട്ട് ആകും. And this is known as, ഈ ഇക്വേഷൻ ആണെന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി according to this equation, അതായത് നമ്മൾ പറഞ്ഞല്ലോ kinetic energy which is depends on mu and it is independent of intensity of radiation. അതായത് ഐൻസ്റ്റീൻ്റെ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് ഓക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു h mu എന്ന് പറയുന്ന ഒരു എനർജി അല്ലെ, ഒരു ക്വാണ്ടം ഓഫ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, എസ്കേപ്പ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു h mu എനർജിയിൽ വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കൈനറ്റിക് എനർജി ആയിട്ട് പോകും. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് mu0 അല്ലെങ്കിൽ മ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇന്റൻസിറ്റിനെ
ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അടുത്തത്, this has happened because of Einstein's picture. Photoelectric effect arises from the absorption of a single quantum of radiation by a single electron. The intensity of radiation is irrelevant to the basic process. ഇനി അടുത്തത്, maximum kinetic energy must be non-negative. Okay, അത് എപ്പോഴും എന്തായിരിക്കണം? Yes, അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. And this implies എന്താണ്? Yes, h mu എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷനെക്കാട്ടിലും കൂടുതലാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ h mu is equal to work function plus kinetic energy. So ഈ kinetic energy പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ വർക്ക് ഫംഗ്ഷനെക്കാട്ടിലും കൂടുതലാണ് ഈ വാല്യൂ എന്നല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So that we can write it as mu 0 is equal to phi 0 divided by h എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. And this shows greater the work function, the higher the minimum or threshold frequency. Okay, work function കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ threshold frequency-ന്റെ വാല്യൂ കൂടുതൽ എന്നാണ് അർത്ഥം. കാരണം എന്താണ്? h mu 0 ആണ് വർക്ക് ഫംഗ്ഷൻ. അപ്പം h പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. സോ ഈ വർക്ക് ഫംഗ്ഷൻ കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കൂടാൻ ഇടയുള്ളത് ആര് മാത്രമേ ഉള്ളൂ? mu 0 ആണ്. ഇനി അടുത്തത്, thus there exists a threshold frequency, and for the metal surface below which no photoelectric emission ആണ് നമുക്കറിയാം. In this picture, intensity of radiation as noted above is proportional to the number of electron energy quanta per unit area per unit time. Intensity എന്ന് പറയുന്നത് എന്താണ്? Yes, ഈ പറയുന്ന number of photons എത്ര വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, which is a direct relation ആണ്, linear relation ആണ്. The greater the number of energy quanta available, അതായത് എത്രത്തോളം photons available ആണോ അത്രത്തോളം photo electrons ഉണ്ടാകും. Okay അല്ലേ? ഇനി നെക്സ്റ്റ്, in Einstein's picture, the basic elementary process involved in the photoelectric effect is the absorption of light quantum by an electron. This process is instantaneous. Thus, whatever may be the intensity, the number of quanta of radiation per unit area per unit time photoelectric emission is instantaneous. Low intensity does not mean delay in emission. Okay, intensity കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എമിഷന്റെ പ്രോസസ്സിനെ അത് വൈകിപ്പിക്കുന്നൊന്നുമില്ല അല്ലെ? അവിടെ എന്താ പറയുക? ഇന്റൻസിറ്റി കുറവാണെങ്കിൽ അത്രയും കുറച്ച് ഫോട്ടോ ഇലക്ട്രോൺസേ വരത്തുള്ളൂ. പക്ഷെ അതേസമയം ഈ ഒരു സംഭവം ഡിലേ ആക്കുന്നത് ആരാണ്? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? എത്രത്തോളം ഹൈ ഫ്രീക്വൻസിയിലാണോ വരുന്നത്, അല്ലെ അതായത് എത്രത്തോളം എനർജിയിലാണോ വരുന്നത്. വർക്ക് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് ഈ കൈനറ്റിക് എനർജി ആയിട്ട് പോകുന്നത്. ക്ലിയർ ആയില്ലോടാ? സോ ഇപ്പൊ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഡിലേ ആകുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു മാത്രമേ ഉള്ളൂ? ഫ്രീക്വൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലടാ? ഇനി ഇന്റൻസിറ്റി ഓൺലി ഡിറ്റർമിൻസ് ഹൗ മെനി ഇലക്ട്രോൺസ്. ഓക്കെ, എത്ര ഫോട്ടോ ഇലക്ട്രോൺസിനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന് മാത്രമാണ് ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മാക്സിമം കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു h mu മൈനസ് h mu 0 അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഇനി മാക്സിമം കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞിരുന്നത് എന്തിന് ഈക്വൽ ആണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് h mu മൈനസ് phi 0 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലടാ? ഇനി അടുത്തത് ഞാൻ ഈ കംപ്ലീറ്റ് ടേമിനെ ഈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണ് കേട്ടോ. v0 will be equal to h by e mu minus phi 0 divided by e എന്ന് വരും. ക്ലിയർ ആയോ? And this is an important result ആണ്. And it predict that v0 versus v curve is a straight line. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ y is equal to mx plus c നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോടാ. സോ അതേ റിലേഷനിലോട്ടായിരിക്കും ഇത് വരുന്നത്. കാരണം ഇതൊന്ന് നോക്കിക്കേ, ഇവിടെ ഇതെന്താണ്? h mu 0 ആണ് അല്ലെ? h mu 0 ആണ്. സോ ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതിയാൽ h mu by e0 minus h mu 0 divided by e0 അല്ല കേട്ടോ, e ഉള്ളൂ. ഓക്കെ, അപ്പം ഈ h by e എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ടേം ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം? നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ എന്ത് പറയും? h by e ആയിട്ട് പറയും. ഓക്കെ അല്ലേ? h by e എന്ന് പറയും. നെക്സ്റ്റ്, which is independent during Millikan performed a series experiment photoelectric that they disprove. ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. The successful explanation of photoelectric effect using the hypothesis of light quanta, and ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. ആൻഡ് ദെൻ ലേറ്റർ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? യെസ്, നമ്മുടെ എന്താ പറയാ, എന്താണ്, യെസ് എന്താണ്, യെസ്, in this way 1916 എന്താണ്, again R.A. Millikan proved that the validity of Einstein's photoelectric equation instead of disapproving it. ഓക്കെ, അതായത് ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു പിന്നീട് അതിന്റെ ചർച്ചകൾ പോയത്. The successful explanation of the photoelectric effect using the hypothesis of light quanta and experimental determination of value of h and phi 0 in agreement with the values obtained from the other experiments led to the acceptance of Einstein's picture of photoelectric effect. Millikan's verified photoelectric equation with greater precision for a number of alkali metals over a wide range of radiations of frequencies. കാര്യമൊന്നുമില്ല. ഓക്കെ, ആൻഡ് അഗൈൻ ഇതിന്റെ ബ്രീഫിംഗ് ആണ്. Next one, particle nature. Okay,
അപ്പോഴാണ് നമ്മൾ ഫോട്ടോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ദസ് ഗേവ് എവിഡൻസ് ഓഫ് ദി സ്ട്രേഞ്ച് ഫാക്ട് ദാറ്റ് ലൈറ്റ് ഇസ് ഇൻ ഇന്ററാക്ഷൻ വിത്ത് മാറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ പറയുന്നത് എന്താ, ഡുവൽ നേച്ചർ ആണ് അല്ലെ, ഡുവൽ നേച്ചർ ആണ്. സോ ഇപ്പൊ നമ്മൾ ലൈറ്റിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ വേവ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ഒരു മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമല്ലോ, മെറ്റൽ ഇസ് എ മാറ്റർ അല്ലെ. അപ്പം ഈ വേവ് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇതിനെന്തുണ്ടായിരിക്കണം, ഒരു പാർട്ടിക്കൽ ബിഹേവിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്തായാലും മനസ്സിലായി ഇവന്മാര് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു പാർട്ടിക്കൽ നേച്ചർ ഉണ്ട് എങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇജക്ട് ആവുള്ളൂ. അല്ലെങ്കിൽ ഈ വേവ് വന്നതുകൊണ്ട് ഇത് എന്ത് ചെയ്യത്തില്ല, ഇവിടെ നിന്ന് ഇലക്ട്രോൺ വരത്തില്ല. കാരണം ഇത് വന്നിട്ട് കാര്യമില്ല, ഇവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇവർക്ക് തമ്മിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വേണം. ഓക്കെ, അതായത് ഇതൊരു പാർട്ടിക്കൽ ആണ്. സോ ഡെഫിനറ്റ്ലി ഇതിനൊരു പാർട്ടിക്കൽ ബിഹേവിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ. സോ ഇന്ററാക്ട് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഇന്ററാക്ട് ചെയ്യുമെന്ന് മനസ്സിലായത് എങ്ങനെയാണ്, ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ട്, ഫോട്ടോ കറണ്ട് ജനറേറ്റ് ആയി, ഇതൊക്കെയാണ് നമുക്ക് പ്രൂഫ് വന്നത്. സോ ഈസ് ദ ലൈറ്റ് ക്വാണ്ടം ഓഫ് എനർജി ടു ബി അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കൽ. നമ്മളിപ്പോ ഐൻസ്റ്റീൻ പറഞ്ഞ എന്തായിരുന്നു, യെസ് ഒരു എനർജി പാക്കറ്റ് ആണ് അല്ലെ, ഒരു എനർജി പാക്കറ്റ് ആണ് ഉള്ളത്. സോ അതൊരു പാർട്ടിക്കിൾ ആയിരിക്കുമോ, ഓക്കെ അതൊരു പാർട്ടിക്കിൾ ആയിരിക്കുമോ, അതായിരുന്നു അടുത്ത സ്റ്റഡി. Einstein arrived at the important result that the light quantum can also be associated with momentum. Okay, അതായത് ഈ ലൈറ്റ് എന്താണ്, ഈ എനർജി എന്ന് പറയുന്നത് മൊമെന്റം ആയിട്ടും അസോസിയേറ്റഡ് ആകാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻ വന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. E is equal to mc² എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. E is equal to hmu നമ്മൾ പഠിക്കുകയും ചെയ്തു. അതായത് ഈ എനർജി പാക്കറ്റിന്റെ സോറി ക്വാണ്ടം ഓഫ് എനർജി നമ്മൾ പറഞ്ഞു എന്താണ്, ഇതാണ് hmu ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ എഴുതി കഴിയുമ്പോൾ mc.c, ഓക്കെ hmu എഴുതണ്ട അത്രയും മതി. ഓക്കെ mc.c which is equal to എനിക്ക് എഴുതാം pc. ക്ലിയർ അല്ലടാ? സോ which is equal to എന്താണ്, hmu ആണ് അല്ലെ, hmu ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ p is equal to hmu by c വരും. This is how we are finding momentum. A definite value of energy as well as momentum is strong sign that a light quantum can be associated with a particle. This particle was later named as photon. Okay, ഇപ്പം ഈ quantum of energy എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി, photon ആണെന്ന് മനസ്സിലായി. And this particle-like behavior of light was further confirmed in 1924 by the experiment of H. Compton on scattering X-rays from electrons. Again ഈ photon എന്താണ് അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി എങ്ങനെയാണ് വന്നത്, 1924 H. Compton എന്ത് ചെയ്തു, എക്സ്റേസിന്റെ ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചെയ്തു, അവിടെ നിന്നും again ഒരു ക്ലാരിറ്റി കിട്ടി. And in 1921 Einstein was awarded Nobel Prize in Physics for the contribution of theoretical physics and photoelectric effect. In 1923 Millikan was awarded Nobel Prize in Physics for his work on the elementary charge of electricity and photoelectric effect. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഇൻ ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ, റേഡിയേഷൻ ബിഹേവ്സ് ആസ് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് ആസ് ഫോട്ടോൺസ്. ഈ ഫോട്ടോൺസിനെയാണ് ഐൻസ്റ്റീൻ എന്ത് വിളിച്ചത്, യെസ് ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറഞ്ഞ് വിളിച്ചത്. ഓക്കെ അല്ലേ? ഇനി ഈച്ച് ഫോട്ടോൺ ഹാസ് എൻ എനർജി ആൻഡ് മൊമെന്റം ആൻഡ് സ്പീഡ് c, സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഈ പറയുന്ന ഓരോ ഈ ഫോട്ടോൺ എന്തുണ്ട്, എനർജി ഉണ്ട് hmu, അതേപോലെ തന്നെ അതിനെന്തുണ്ട്, യെസ് ഒരു മൊമെന്റം ഉണ്ട്. ആൻഡ് അതെന്താണ്, ന്യൂട്രൽ ആണ് കേട്ടോ, ന്യൂട്രൽ ആണ്. ഫോട്ടോൺ എന്താണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ആൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലും അതിന് എന്ത് ചെയ്യത്തില്ല, ഒരു ഡിഫ്ലക്ഷനും ഉണ്ടാകത്തില്ല. All photons of light of a particular frequency mu or a wavelength lambda have the same energy. Okay, have the same energy and momentum, that is h is mu by c. And whatever be the intensity of radiation may be, by increasing the intensity of light for a given wavelength, there is no increase in the number of photons per second crossing a given area, which is with each photon having the same energy. Thus, photon energy is independent of intensity of radiation. Next. Photons are electrically neutral. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റിഫ്ലക്ട് ചെയ്യില്ല. ഇനി ഫോട്ടോൺ പാർട്ടിക്കിൾ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ ഈ ക്വാണ്ടം ഓഫ് എനർജി അല്ലെങ്കിൽ ഐൻസ്റ്റീൻ വിളിച്ച ഈ ക്വാണ്ടം ഓഫ് എനർജി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോട്ടോൺ വന്ന് ഈ മെറ്റൽ പ്ലേറ്റിൽ വന്ന് വീഴുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്, അതായത് കൊളീഷൻ അല്ലെ. അപ്പം ഈ കൊളീഷന് എന്താണ്, അവിടുത്തെ എനർജി മൊമെന്റം എന്താണ്, കൺസേർവ്ഡ് ആണ്. ഓക്കെ അല്ലെ, ഇതൊരു കൊളീഷനാണ് നടക്കുന്നത് അല്ലെ. ഒരു ഫോട്ടോൺ വന്നിട്ട് ഒരു ഇലക്ട്രോണിൽ വന്ന് ഇടിക്കുക. സോ ദാറ്റ് മീൻസ് അവിടെ എന്താ നടക്കുന്നത്, ഒരു കൊളീഷൻ ആണ്. സോ ദാറ്റ് കൊളീഷൻ ഇസ് ആക്ച്വലി എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു കൺസേർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനർജി മൊമെന്റം അവിടെ കൺസേർവ്ഡ് ആണ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Monochromatic light of frequency 6 into 10 to the power 14 hertz is produced by laser. The power emitted is 2 into 10 to the power minus 3. And what is the energy of photon in the light beam? Energy കണ്ടുപിടിക്കണം. How many photons per second on an average are emitted by the source? So ഇവിടെ എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. hmu കണ്ടുപിടിച്ചാൽ പോരെ. Planck's constant വാല്യൂ നമുക്കറിയാം 6.6 into 10 to the power minus 34 ജൂൾ സെക്കൻഡ് ആണ്. ആൻഡ് ഓൾസോ മ്യൂവിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യെസ് ഇൻ ടേംസ് ഓഫ് ജൂൾസ് നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടും. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ആണ്.
സോ നമ്പർ ഓഫ് ഫോട്ടോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, നമുക്കിവിടെ പവർ തന്നിട്ടുണ്ടല്ലോ, അവിടെ പവറിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ പവർ ബൈ എനർജി ചെയ്ത് നോക്കുക. പവർ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എനർജി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫോട്ടോൺസ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. അടുത്തത് the work function of cesium is 2.14 electron volt ആണ്. Okay, find the threshold frequency of cesium and the wavelength of the incident light on the photo current is brought to 0 by stopping potential. Okay, simple. Okay, അപ്പോൾ ഫസ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? threshold frequency ആണ്. threshold frequency എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Yes, it is nothing but 50 divided by, അല്ലേ? കാരണം എന്താണ്? 50 which is equal to h mu 0 ആണ്. h ന്റെ വാല്യൂ നമുക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6.663 into 10 to the power minus 34 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് നമുക്ക് 50 വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഇനി അടുത്തത് ഫോട്ടോ കറണ്ട്, നമ്മുടെ എന്താ പറഞ്ഞാൽ വേവ് ലെങ്ത്, അല്ലെ? ദ വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അവിടെ ക്വസ്റ്റൻ നമുക്ക് തന്നൊരു കാര്യമുണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0.60 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിലോട്ട് വരാം. ദാറ്റ് മീൻസ് ഈ V0 which is equal to h mu minus 50. ഇനി മ്യൂനെ നമുക്ക് എന്ത് എഴുതാം? മ്യൂ is equal to z by lambda, അല്ലെ? മ്യൂ is equal to c by lambda ആണ്. അപ്പൊ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ എനിക്ക് കിട്ടി hc by lambda minus y0. ഇനി ലാംഡ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എല്ലാത്തിനും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇതിൽ എല്ലാ വാല്യൂ നമ്മുടെ ഇതിലെ h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അറിയാം, c ലൈറ്റിന്റെ സ്പീഡ് 3 into 10 to the power 8, e ന്റെ വാല്യൂ നമുക്കറിയാം, സോറി ഈ V0 ന്റെ വാല്യൂ നമുക്കറിയാം, പ്ലസ് 50 ന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 2.14. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡന്റെ വാല്യൂ കിട്ടും 54 നാനോമീറ്റർ എന്ന് കിട്ടും. അടുത്തത് വേവ് നേച്ചർ ആണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ വേവ് നേച്ചർ അനുസരിച്ച് ഡിഫ്രാക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇന്റർഫറൻസ്, പോളറൈസേഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആൻഡ് കോംപ്ടൺ എഫക്ട് which involve energy and momentum transfer. Radiation behaves as if it is made up of bunch of particles, the photons. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുന്നതാണ് കേട്ടോ. Whether a particle or a wave description is suited for understanding experiment depends on the, okay, അതായത് ഒന്നുമില്ല, അതായത് ഇപ്പം നമ്മള് ഇപ്പം ഈ ലൈറ്റിൽ നമ്മൾ പാർട്ടിക്കിൾ ആണോ വേവ് ആണോ എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്ത് ത്രൂ ആണ്? യെസ്, ആ എക്സ്പെരിമെന്റിന്റെ നേച്ചർ അനുസരിച്ചിട്ട്. ഓക്കെ അല്ലെ? ഈ ഒരു എക്സ്പെരിമെന്റ്, ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെന്റിന് ലൈറ്റിനെ വേവ് ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടത്? ദെൻ നമ്മൾ വേവ് ആയിട്ട് കൺസിഡർ, പാർട്ടിക്കിൾ ആണോ പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ആൻഡ് നാച്ചുറൽ ക്വസ്റ്റൻ arises if radiation has dual nature, might not be the particle nature also exhibit wave like character. In 1924, the French physicist Louis Victor de Broglie put forward the bold hypothesis that moving particle of matter should display wave-like property under suitable conditions. And he reasoned the nature was symmetrical and that the two basic physical entities, matter and energy, must have symmetrical character. If radiation shows dual aspects, so should matter. De Broglie proposed the wavelength lambda associated with a particle of momentum p is given as. അതായത് ഒന്നുമില്ല, ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഡി ബ്രോയി ഒരു കോൺസെപ്റ്റ് വന്നത്. ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഒരു സ്യൂട്ടബിൾ കണ്ടീഷനിൽ എല്ലാ മാറ്ററും എന്ത് ചെയ്യും? യെസ്, ഒരു വേവ് ലൈക്ക് പ്രോപ്പർട്ടി ബിഹേവ് ചെയ്യും. ആൻഡ് ദാറ്റ് വേവ് ലെങ്ത് ആക്ച്വലി എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു h by p. p എന്ന് പറഞ്ഞ മൊമെന്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mv എന്ന് എഴുതാം. സോ h by mv, ദിസ് ഇസ് ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. Okay, and this is known as de Broglie relation, and that wave is known as matter wave അല്ലെങ്കിൽ de Broglie wavelength എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്കറിയാം മൊമെന്റം എന്ന് പറഞ്ഞാൽ h mu by z ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് ലാംഡ ഇസ് ഈക്വൽ ടു h by p അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ h ഡിവൈഡഡ് ബൈ h mu by c വരും, അല്ലെ? h mu by c വരും. ദിസ് ഇസ് വാട്ട് ഇസ് ലാംഡ എന്ന് പറയുന്നത്. h ഉം ക്യാൻസൽ ആയി പോയാൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ വിൽ ബി ഈക്വൽ ടു z by mu എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് നമ്മുടെ വേവ് ലെങ്ത്, ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? യെസ്, ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ വലിയ വലിയ സംഭവങ്ങളുടെ ഒന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്, അതായത് വേവ് പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്കറിയാം റിലേഷൻ നോക്കിക്കട, ലാംഡ ഇസ് ഈക്വൽ ടു h by mv ആണ്. അതായത് മാസ് കൂടിയിട്ടുണ്ടെങ്കിൽ ലാംഡയും ഇതും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ മാസ് കൂടിയിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത് കുറയും. സോ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ ഒക്കെ, അല്ലെ, ഇലക്ട്രോൺ പോലുള്ള ചെറിയ ചെറിയ മാസമുള്ള, വളരെ ചെറിയ മാസമുള്ള ഇതിന്റെയൊക്കെയും വേവ് ലൈക്ക് പ്രോപ്പർട്ടി നമുക്ക് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതും, അതേപോലെ തന്നെ മാസ് കൂടിയതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാത്തതും. ഓക്കെ, മാക്രോസ്കോപ്പിക് ആവുമ്പോൾ നമുക്ക് അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അതിന്റെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. യെസ്, ഇത് ഡി ബ്രോയി വേവ് ലെങ്ത് ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി ആണ്. കാരണം നമുക്കറിയാം k is equal to p square by 2m ആണെന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ p ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും 2m
2mk അല്ലെങ്കിൽ 2me അല്ലെ, ഇതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ ലാംഡ ഇസ് ഈക്വൽ ടു h ബൈ പി അല്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2mk എന്നിടാം. ഓക്കെ അല്ലേ, ദാറ്റ് ഇസ് സിംപിൾ. ഇനി കേക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ, കാരണം എന്താ പറയുക, പൊട്ടൻഷ്യൽ ആയിട്ടല്ലേ കൺവേർട്ട് ആവുന്നത്. സോ ക്യൂ വി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇ വി. ഓക്കെ, കാരണം ഇവിടുത്തെ ഇലക്ട്രോൺ ആണ്. സോ ക്യൂവിന് പകരം നമുക്ക് ഇ ഇടാം കേട്ടോ. ഇനി അടുത്തത്, ഫോർ എൻ ഇലക്ട്രോൺ മൂവിംഗ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, ഡി ബ്രോയി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു h ബൈ പി ആണ്. സോ ഇതിലെ എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. ഓക്കെ അല്ലെ, ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. ഇതിലെ ഈ പറയുന്ന പൊട്ടൻഷ്യൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാമല്ലോ. സോ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലാംഡയുടെ വാല്യൂ ഇത്രയാണെന്ന് കിട്ടും. ഇനി അടുത്തതാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? അതായത് ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും അതേപോലെ തന്നെ പൊസിഷനും അറ്റ് എ ടൈം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എച്ച് കട്ട്. എച്ച് കട്ട് എന്ന് പറഞ്ഞ ഒന്നുമില്ല, എച്ച് ബൈ 2π എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് കട്ട് നടന്നത്. സോ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും അറ്റ് എ ടൈം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഫൈൻഡ് ഔട്ട് ചെയ്യാനോ പറ്റത്തില്ല. ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. What is the de Broglie wavelength associated with an electron moving with a speed of 5.4 into 10 to the power minus 6 meter per second? അപ്പോൾ ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ, സ്പീഡ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് 150 gram ആണ് തന്നിട്ടുണ്ട്, ആൻഡ് ട്രാവലിംഗ് a ball of mass 150 gram traveling. ഓക്കെ, രണ്ട് ഇതാണ്, രണ്ട് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തേതില് എയിൽ എന്താ തന്നിട്ടുള്ളത്, യെസ് ഇതിന്റെ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ളത് ഇലക്ട്രോൺ ആണ്. അപ്പം ഇലക്ട്രോണിന്റെ മാസിന്റെ വാല്യൂ നമുക്കറിയാം 9.1 into 10 to the power minus 31 kilogram ആണ് അല്ലെ. സോ യെസ്, അപ്പം ഇവിടെ നമുക്ക് സ്പീഡും അറിയാം, എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, ലാംഡ ഇസ് ഈക്വൽ ടു h ബൈ എം വി ആണ് അല്ലെ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ 6.63 into 10 to the power minus 34 ആണ്, ഡിവൈഡഡ് ബൈ മാസിന്റെ വാല്യൂ നമുക്കറിയാം, ഇൻടു വെലോസിറ്റി, ഇവിടെ സ്പീഡും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കിട്ടി ലാംഡ. അടുത്തത്, ഒരു ബോളിന്റെ മാസ് തന്നിട്ടുണ്ട് 150 gram ആണെന്ന്, ട്രാവലിംഗ് സ്പീഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോടാ. ഇവിടെ നോക്കിയാൽ മാസിന്റെ വാല്യൂ 0.15 kg ആണ് വരിക, ആൻഡ് വെലോസിറ്റി 30 meter per second. യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ടതില്ല. മൊമെന്റം എന്തായിരിക്കും, എം വി ആയിരിക്കും അല്ലെ, എം വി ആയിരിക്കും. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. എന്താണ്, ലാംഡ ഇസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എം വി. അവിടെ ആൻസർ കിട്ടും. അപ്പൊ ഇനി അഗൈൻ നമ്മുടെ വീക്ക് ക്വിസിന് ഇതുവരെയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, കാരണം എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഇതിന്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേദാന്തു മലയാളം എന്ന് ടെലഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അതർവൈസ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് നമ്മുടെ എന്താ പറയാ ലിങ്ക്, ഓക്കെ എപ്പോഴും ഞാൻ മറന്നു പോകും, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. സോ ആ ലിങ്ക് നിങ്ങൾക്ക് കയറി നോക്കാം. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾ ഓരോ സെഷൻസും മറക്കാതെ കാണാം. ഇതേപോലെ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ബാക്കി ചാപ്റ്റേഴ്സിനും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓരോ ചാപ്റ്റേഴ്സിന്റെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ചാപ്റ്റേഴ്സിന്റെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം. ഇനി ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.